ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കാര്യം ഷെയർ ചെയ്യാനൊന്നുമല്ല, ജസ്റ്റ് ഒരു ടോക്ക് മാത്രമാണ്. അതായത് ഞാനൊരു ബുക്ക് വായിച്ചായിരുന്നു, അഖിൽ പി ധർമ്മജൻ. എല്ലാവർക്കും അറിയുന്ന ഒരു റൈറ്ററാണ് അഖിൽ പി ധർമ്മജൻ. എനിക്കറിയണത് ഈ ഇടയ്ക്കായിട്ടാണ് സത്യം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നോവലായിരുന്നു രാത്രി 12 മണിക്ക് ശേഷം എന്ന് പറയുന്നത്. വളരെ അടിപൊളിയായിട്ടുള്ളൊരു നോവലാണ്. അതിൽ നമുക്ക് ഫുള്ളും ട്വിസ്റ്റ് ആയിരിക്കും. നമുക്കൊരു ക്യൂരിയോസിറ്റി എന്നൊരു സംഭവം ഉണ്ടല്ലോ, നമ്മുടെ ഉള്ളിലുള്ളൊരു ക്യൂരിയോസിറ്റി കൂട്ടുന്ന ഒരു നോവലാണ് ശരിക്കും പറഞ്ഞാൽ ഈ രാത്രി 12 മണിക്ക് ശേഷം. അപ്പോൾ പേരിൽ തന്നെയുണ്ട് രാത്രി 12 മണിക്ക് ശേഷം ആ സ്റ്റോപ്പിൽ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അതിന് ശേഷം എന്താണ്. അപ്പോൾ അതാണ് ശരിക്കും നോവലിൽ ഉദ്ദേശിക്കുന്നത്. രാത്രി 12 മണിക്ക് ശേഷം നടക്കുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ അതിൽ മെയിനായിട്ട് വരുന്ന കുറച്ച് ക്യാരക്ടേഴ്സ്, അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, പിന്നീട് അവരെങ്ങനെയാണ് ആ ജീവിതത്തിൽ ആ മാറ്റങ്ങളോട് കടന്നു പോകുന്നത് എന്നൊക്കെയാണ് ആ നോവലിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു നോവൽ തന്നെയാണ്. സാധാരണ ഞാൻ എഴുത്തും വായനയൊന്നും ചെയ്യാത്ത, അങ്ങനെ അധികം വായിക്കാത്ത ഒരാളായിരുന്നു. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ആ നോവൽ വായിച്ചതോടുകൂടി തന്നെ ഞാൻ ആകെ മാറിയിരിക്കുകയാണ്. ആ നോവലിലൂടെ നമ്മൾ സ്വന്തം ഒരു സിനിമ കാണുന്ന ഒരു ഫീലിംഗ് ആയിരിക്കും നമുക്ക് ആ നോവൽ കാണുമ്പോഴാകുന്നത്. അതിനുശേഷം ഞാൻ വായിച്ചൊരു നോവലാണ് റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയും. റാം കെയർ ഓഫ് ആനന്ദി പറയുന്നത് ഒരു ലവ് സ്റ്റോറിയാണ് ശരിക്കും പറഞ്ഞാൽ. അതിൽ നല്ലൊരു, നമുക്ക് ഈ 12 മണിക്ക് ശേഷം വായിച്ച ശേഷം കിട്ടുന്നൊരു ഫീല് കിട്ടിയില്ലെങ്കിലും ഒരു നോർമലൊരു ഫീൽ, അവരുടെ ജീവിതം, ഒരു 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 റാം എന്ന് പറയുന്ന വ്യക്തി അവൻ ചെന്നൈയിലോട്ട് പോകുന്നതും അതിനുശേഷം അവൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങളും അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആളുകളെക്കുറിച്ചും പറയുന്നൊരു നോവലാണ് റാം കെയർ ഓഫ് ആനന്ദി. അതിനുശേഷം ഞാൻ വായിക്കാൻ സ്റ്റാർട്ട് ചെയ്ത നോവലാണ് മെർക്കുറി ഐലൻഡ്. അതൊരു അടിപൊളി നോവലാണ് സത്യം പറഞ്ഞാൽ. മെർക്കുറി ഐലൻഡ് ദ ലോക അവസാനം, വേൾഡ് അവസാനം പറയുന്ന നോവൽ, അതും എല്ലാവരും വായിച്ചിരിക്കുന്ന നോവലാണെന്ന് ഞാൻ പറയുന്നത്.